അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മള് അറബിക് എക്സാമിന് എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. എക്സാമിന് ഹർക്കത്ത് വരുന്ന ലെറ്റേഴ്സുകൾ കൊടുത്തിട്ട് അത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഞാനിവിടെ കുറച്ച് ലെറ്റേഴ്സുകൾ എഴുതിയിട്ടുണ്ട്. വെറും ലെറ്റേഴ്സ് ആണോ? അല്ല, ഇതൊക്കെ ഹർക്കത്ത് വരുന്ന ലെറ്റേഴ്സുകളാണ്. ഇവിടെ കെസർ വരുന്നുണ്ട്, ഫതഹ വരുന്നുണ്ട്, ലമ്മ് വരുന്നുണ്ട്. അങ്ങനെ ഹർക്കത്ത് വരുന്ന ലെറ്റേഴ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഇതുപോലെ ഏത് ലെറ്റേഴ്സിലും ഇതുപോലെ ഹർക്കത്ത് കാണുമ്പോൾ അത് ഏത് ലെറ്റർ ആണെന്ന് പറയാൻ കഴിയണം. നമുക്ക് ഈ ലെറ്റേഴ്സുകൾ എങ്ങനെ വായിക്കും നോക്കിയാലോ. ഫസ്റ്റ് വൺ, നൂനിന് കെസർ വന്നിരിക്കുന്നത് എന്ത് വായിക്കും? നീ. യാഇന് ഫതഹ വന്നിരിക്കുന്നു, എന്ത് വായിക്കും? യ. നൂനിന് ലമ്മാണ് വന്നിരിക്കുന്നത്, അപ്പൊ എന്ത് വായിക്കും? നു. ലാസ്റ്റ് വൺ, വാവിന് കെസർ വന്നിരിക്കുന്നു, അപ്പൊ എങ്ങനെ വായിക്കും? വി. ഇതുപോലെ ഹർക്കത്ത് വരുന്ന ലെറ്റേഴ്സുകൾ നിങ്ങൾക്ക് വായിക്കാൻ കഴിയണം. ഇതുപോലെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഹർക്കത്ത് വരുന്ന ലെറ്റേഴ്സുകൾ നന്നായിട്ട് വായിക്കാൻ പഠിച്ചിരിക്കണം. ഓക്കെ. പിന്നെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോവിങ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ഇവിടെ നോക്കിക്കേ, നമ്മൾ പഠിച്ച വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡില് പിക്ചേഴ്സ് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാക്കുകൾ നോക്കിയിട്ട് അതിന്റെ കറക്റ്റ് പിക്ചറിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. ഫസ്റ്റ് വൺ എന്ത് വായിക്കും? യദുൻ. യദുൻ. യദുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കൈക്കാണ് എന്ത് പറയുന്നത്? യദുൻ. അപ്പൊ നമ്മള് ഈ യദുൻ എന്ന വാക്കിനെ ഈ ചിത്രത്തിലേക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ. അടുത്തത് എന്താ? വർദുൻ. വർദുൻ. വർദ് എന്ന് പറഞ്ഞാൽ എന്താ? ആ റോസാപ്പൂവിനാണ് എന്ത് പറയുന്നത്? വർദുൻ. അപ്പൊ നമ്മള് ഇതിങ്ങനെ വരച്ചു കൊടുക്കാം. അടുത്തത് എന്താ? നബുത്തുൻ. നബുത്തുൻ. നബുത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആ ചെടിക്കാണ് നബുത്തുൻ എന്ന് പറയുന്നത്. അടുത്തത് എന്താ? ഹിറത്തുൻ. ഹിറത്തുൻ. ഹിറത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ആ പൂച്ചയ്ക്കാണ് എന്ത് പറയുന്നത്? ഹിറത്തുൻ. ഇപ്പൊ എന്താണ്? ഈ വാക്കുകളൊക്കെ ശരിയായ പിക്ചറിലേക്ക് നമ്മൾ മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. മനസ്സിലായോ? ചിലപ്പോൾ ലെറ്റേഴ്സും പിക്ചേഴ്സും മാച്ച് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോ എന്താണ്? ഇതുപോലെ വേർഡ്സും പിക്ചേഴ്സും ആണ് ചോദിക്കുക. പിന്നെ എക്സാമിന് ചിത്രങ്ങൾ കൊടുത്തിട്ട് അതിന്റെ പേര് ചോദിക്കാറുണ്ട്. എല്ലാവരും ഇവിടെ നോക്കിക്കേ, നമ്മൾ പഠിച്ച വേർഡ്സിന്റെ പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്നാ ഇതിന്റെ നെയിംസ് ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ഫസ്റ്റ് വൺ എന്താണ്? എന്താണ്? യദുൻ. അടുത്തത് ആ പൂച്ചയ്ക്ക് എന്താ പറയാ? ഹിറത്തുൻ. അടുത്തത് എന്താ? ചെടിയാണല്ലേ. ഈ ചെടിക്ക് നമ്മൾ നൂൻ എന്ന ലെറ്ററിൽ ഒരു പേര് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? നബുത്തുൻ. ലാസ്റ്റ് വൺ റോസാപ്പൂ ആണല്ലേ. ഈ റോസാപ്പൂവിന് അറബിക്കിൽ എന്ത് പറയും? വർദുൻ. ഇതുപോലെ പിക്ചേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നെയിംസ് പറയാൻ കഴിയണം. അപ്പൊ നിങ്ങൾ പിക്ചേഴ്സിന്റെ നെയിംസ് നന്നായിട്ട് പറയാൻ പഠിച്ചു വെക്കുക. ഓക്കെ. പിന്നെ എക്സാമിന് ഇതുപോലെ മിസ്സിംഗ് ലെറ്റേഴ്സ് എഴുതാൻ ചോദിക്കാറുണ്ട്. ഒരു ലെറ്റർ തന്നിട്ടുണ്ടായിരിക്കും, അത് കഴിഞ്ഞിട്ട് വരുന്ന ലെറ്റേഴ്സുകൾ പിന്നെ നമ്മൾ എഴുതി കൊടുക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇവിടെ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? നൂൻ. നൂൻ കഴിഞ്ഞ നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? ഏതാണ്? ഹ. അപ്പൊ നമ്മൾ അത് എഴുതി കൊടുക്കണം. ഹ എഴുതി കൊടുക്കുക. ഓക്കെ. അടുത്തത് ഹ കഴിഞ്ഞാൽ ഏതാ? വാവ്. അപ്പോ വാവ് എഴുതി കൊടുക്കുക. വാവ് കഴിഞ്ഞ നെക്സ്റ്റ് ലെറ്റർ ഏതാ? യ. അപ്പോ യ എഴുതി കൊടുക്കുക. ഇതുപോലെ മിസ്സിംഗ് ലെറ്റേഴ്സ് എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ലെറ്റേഴ്സ് കറക്റ്റ് ഓർഡറിൽ എഴുതി പഠിക്കാം. ഓക്കെ.
പിന്നെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ദ ഫസ്റ്റ് ലെറ്റർ. പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും, വേർഡ്സും കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ വേർഡിൽ എന്താണ് ഫസ്റ്റ് ലെറ്റർ മിസ് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ഒന്ന് എഴുതി കൊടുത്താലോ. ഫസ്റ്റ് വൺ എന്താണ്? യദുൻ. ഇവിടെ യ എന്ന ലെറ്റർ മിസ്സാണ്. അപ്പൊ നമ്മൾ അത് എഴുതി കൊടുക്കണം. ആദ്യം യ എഴുതി കൊടുക്കുക. യദുൻ എന്ന് പറയുമ്പോ യ എന്ന് വരണം. യ എന്ന് പറയുമ്പോ ഫതഹാണോ കിസ്റാണോ ലമ്മാണോ കൊടുക്കുന്നത്? ഫതഹാണ്. അപ്പൊ യ ഇനി ഫതഹ കൊടുക്കുക. അപ്പൊ എന്തായി? യദുൻ. കറക്റ്റ് ആയില്ലേ? അടുത്തത് എന്താണ്? നബത്തുൻ എന്നാണ് അല്ലേ. ഇവിടെ ന എന്ന ലെറ്റർ മിസ്സാണ്. അതെങ്ങനെ എഴുതി കൊടുക്കും? നൂൻ എഴുതിയിട്ട് ഫതഹ കൊടുത്താൽ എന്തായി? ന എന്ന് വായിച്ചേ. നബത്തുൻ. ഈ വേർഡ് കറക്റ്റ് ആയില്ലേ? അപ്പൊ ഇതുപോലെ പിക്ചേഴ്സിന്റെ ഫസ്റ്റ് ലെറ്റർ എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ 4 പിക്ചേഴ്സ് ആണ് വരുന്നത്. അതിന്റെയൊക്കെ ഫസ്റ്റ് ലെറ്റർ നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കുന്നതാണ് പാട്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 23 നിസ്കാരം എന്ന പാട്ട് നമുക്കൊന്ന് പാടി നോക്കിയാലോ. നിസ്കാരം അത് ഫർളാണ്, ദീൻ ഇസ്ലാമിൻ തൂണാണ്. സുബ്ഹ് ളുഹർ അസറും പിന്നെ മഗ്രിബ് ഇശാ 5 എണ്ണം. സുബ്ഹ് 2 റക്അത്ത്, മഗ്രിബ് 3 റക്അത്ത്. ളുഹറും അസറും കൂടെ ഇശാവും 4 റക്അത്ത്. പതിവാക്കേണം കുട്ടികളെ ദിനവും 5 നിസ്കാരം. മുത്ത് റസൂലിൻ റബ്ബ് കൊടുത്ത ഉപഹാരം ഈ നിസ്കാരം. ഈ ഒരു പാട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് പഠിച്ചു വെക്കുക. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 26 നല്ല ശീലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ കൊടുത്തിട്ടുണ്ട്. ആ കഥയിൽ എന്താണ്? ഒരുപാട് ദുആകൾ വരുന്നുണ്ട്. ഉറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എന്ത് ചൊല്ലണം, ബാത്റൂമിൽ കയറുമ്പോൾ എന്ത് ചൊല്ലണം, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം. അങ്ങനെ ഒരുപാട് ദുആകൾ നമ്മൾ ആ കഥയിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ദുആ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. മനസ്സിലായോ? നല്ല ശീലം എന്ന കഥയിലെ ഏതെങ്കിലും ഒരു ദുആ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കാം. പിന്നെ പേജ് നമ്പർ 32 2 സൂറത്ത് കൊടുത്തിട്ടുണ്ട്. ആയത്തുൽ കുർസി കൊടുത്തിട്ടുണ്ട്, അൽ മസദ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സൂറത്ത് പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു സൂറത്ത് നിങ്ങൾ പഠിച്ചു വെക്കാം. അതും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം നന്നായിട്ട് പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറബിക് എക്സാമിൽ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു all the best.